നമസ്കാരം. പവർ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സീക്രട്ടുകളുടെ ആദ്യ പാർട്ടാണ് ഈ വീഡിയോ. ഞാൻ ജ്യോതിഷ് കെ എസ്, എ ടെക്നോളജി കൺസൾട്ടന്റ്. നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ വേണ്ടി തുനിയുമ്പോൾ പല കമ്പനിക്കാരും ചെയ്യുന്ന ചില സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ചില സീക്രട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലാരിറ്റി വരുത്താണ് ഏത് സാധനമാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നത്, എന്ത് ഫംഗ്ഷനാണ് അതിനകത്ത് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഏത് ടാർഗറ്റ് ഓഡിയൻസ് എവിടെയാണ്, ഏത് ടാർഗറ്റ് മാർക്കറ്റിലാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് കൃത്യമായി നമ്മൾ ആദ്യമേ സ്റ്റഡി ചെയ്യുന്നത്. രണ്ടാമത്തെ മാത്രം പവർ റിക്വയർമെന്റ് ആവശ്യമുണ്ട്. ആ പവർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കമ്പോണൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചും അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഇൻപുട്ടായിട്ട് സ്വീകരിക്കണം, ഏതൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ നമ്മുടെ ഈ ഡിവൈസിനായിട്ട് കണക്ട് ചെയ്തിരിക്കണം, എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തേതായി ഈ വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ റിസർച്ച് ചെയ്ത് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം. ഏത് മാർക്കറ്റിൽ നമ്മൾ ഇതിനെ ഇറക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റർ ആരാണ്, ഏത് കാറ്റഗറിയിലായിരിക്കണം നമ്മൾ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യേണ്ടത് എന്നുള്ളതും, ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാർക്കറ്റ് ഷെയർ എത്രയായിരിക്കും, നമുക്ക് ഏത് കാറ്റഗറിയിൽ സെല്ല് ചെയ്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, ഏത് മേഖലയിലാണ് അവൻ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. ഈ രണ്ട് സ്റ്റെപ്പും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പ്രൊഡക്റ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ആ പ്രൊഡക്റ്റിന്റെ ഒരു കൺസെപ്റ്റ് ഡിസൈൻ റെഡിയാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് ഡിസൈൻ റെഡിയാക്കുമ്പോൾ ഇതിനകത്ത് എത്രത്തോളം പവർ റിക്വയർമെന്റ് ആവശ്യമുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് പവർ ഹാൻഡിൽ ചെയ്യുന്ന ഏത് ടെക്നോളജിയാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള എക്യുപ്മെന്റ് ആണ്, ഏത് ടൈപ്പിലുള്ള ഡിസ്ക്രീറ്റ് ഐറ്റംസ് ആണ് നമ്മളത് യൂസ് ചെയ്യുന്നുള്ളത് ഫിക്സ് ചെയ്യും. രണ്ടാമത്തെ അതിൻ്റെ പാസീവായിട്ട് ആക്റ്റീവായിട്ടുള്ള കമ്പോണൻസുകളെല്ലാം ഏതൊക്കെ വേണം എന്നുള്ളതിനെ തീരുമാനിക്കും. മൂന്നാമത്തേതായിട്ട് നമ്മൾ അതിനകത്ത് എന്തൊക്കെ കൺട്രോൾ സെക്ഷൻ വേണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അതിനകത്ത് മൂന്നാമത്തേതായിട്ട് ചിന്തിക്കും. ആ കൺട്രോൾ സെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഈ പറഞ്ഞ കമ്പോണൻസുകളിലെല്ലാം ബേസ് ചെയ്തിട്ട് ഒരു സ്കിമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ സ്കിമാറ്റിക് ലേ ഔട്ട് നമ്മൾ റെഡിയാക്കും. ഈ സ്കിമാറ്റിക് ലേ ഔട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസൈൻ പ്രോസസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് എത്തിച്ചേരുക. ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമ്മുടെ ഈ സ്കിമാറ്റിക് ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിമുലേഷൻ സോഫ്റ്റ്വെയർ വഴി ഇവനെ സിമുലേറ്റ് ചെയ്ത് ഇവന്റെ ഫംഗ്ഷനാലിറ്റി ഇവന്റെ പെർഫോമൻസും ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. രണ്ടാമതായിട്ട് ഈ ഒരു ഫംഗ്ഷൻ തന്നെ ഈ ഐറ്റംസ്, അതായത് ഈ കമ്പോണൻസുകൾ വെച്ച് തന്നെ നമ്മളൊരു ചെറിയൊരു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സൈനിങ് ഓഫ്. താങ്ക് യു.